നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രേസ് പീരീഡിനെ കുറിച്ചാണ്. പലരും ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിലെ ഗ്രേസ് പീരീഡിനെ കുറിച്ചാണ്. മറ്റ് ഉള്ള പോളിസികളിലെ ഗ്രേസ് പീരീഡിനെ കുറിച്ചല്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസിലെ ഗ്രേസ് പീരീഡും ലൈഫ് ഇൻഷുറൻസിലെ ഗ്രേസ് പീരീഡും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേസ് പീരീഡ് ശരിക്കും നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പോളിസി എടുക്കുമ്പോൾ ഞാൻ കണ്ട ഒരു പോളിസിയിൽ 120 ദിവസം വരെ ഗ്രേസ് പീരീഡ് കൊടുക്കുന്നു. സ്റ്റാർ ഹെൽത്തിൻ്റെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന് പറയുന്ന ഒരു പോളിസിയിലാണ് 120 ദിവസം ഗ്രേസ് പീരീഡ് കാണുന്നത്. സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ ഏറ്റവും പഴയ ഫാമിലി പ്ലാനാണ് ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന് പറയുന്ന പ്ലാൻ. ഇപ്പം പുതിയ കുറേ ഫാമിലി പ്ലാൻസുകളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം പല ആൾക്കാരും ഈ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമയിൽ നിന്ന് പുതിയ പ്ലാനുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും ഈ ഒരു ഗ്രേസ് പീരീഡിനെ കുറിച്ച് അവെയർ ആണോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. 120 ഡേയ്സ് ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ ഉള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ കണ്ടിന്യൂറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് 3 വർഷം 5 വർഷം ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടച്ചൊരു പോളിസിക്ക് ഒരു ക്ലെയിം വരുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടെ നോക്കുന്നൊരു കാര്യമാണ് കണ്ടിന്യൂറ്റി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂസ് ആയിട്ട് എത്ര ഇയേഴ്സ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എടുക്കുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഇവർ പ്രീമിയം തുക ഇൻഷുറൻസ് കമ്പനിക്കാർ കൂട്ടും. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാത്തൊരു തുക വന്നു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഏതാനും വർഷങ്ങൾ അടച്ചതിന് ശേഷം പെട്ടെന്ന് 20,000-ലോ 30,000-ലോ കിടന്ന ഒരു പ്രീമിയം 50-ഓ 55-ഓ ഒക്കെ നമുക്ക് അടിച്ചു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അടയ്ക്കും? അപ്പോൾ അതുകൊണ്ട് പലർക്കും അങ്ങനെ ഒരു വേവലാതി ഉള്ളവരുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഗ്രേസ് പീരീഡ് 120 ദിവസം കിട്ടുന്ന ഒരു പോളിസിയിലാണെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ, പെട്ടെന്നൊരു പ്രീമിയം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പൈസ മാനേജ് ചെയ്ത് അത് അടയ്ക്കാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഗ്രേസ് പീരീഡിൽ വരുന്ന ക്ലെയിംസ് കമ്പനികൾ സെറ്റിൽ ചെയ്യത്തില്ല. അപ്പോൾ ഗ്രേസ് പീരീഡിൽ ക്ലെയിം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽ ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ആലോചിക്കണം, എന്തെങ്കിലും ഒരു ക്ലെയിം വരാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രീമിയം പേ ചെയ്തതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിൽ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ക്ലെയിം സെറ്റിൽഡ് ആകത്തില്ല. പിന്നെ ഈ 120 ദിവസം നമുക്ക് ആ കണ്ടിന്യൂറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് 100 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ 100 ദിവസത്തിനുള്ളിൽ നമ്മൾ അടച്ചിരിക്കണം. 100 ദിവസം കഴിഞ്ഞ് 121ാമത്തെ ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളിസി ബ്രേക്കായി പോകും. പിന്നീട് ആദ്യം തൊട്ട് തുടങ്ങുന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രേസ് പീരീഡിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിക്കണം. സാധാരണ പോളിസികളിൽ 30 ദിവസം മാത്രമേ ഗ്രേസ് പീരീഡ് വരുന്നുള്ളൂ. EMI പോളിസികളിലൊക്കെ ആണെങ്കിൽ 5ഉം 7ഉം 10ഉം ഡേയ്സൊക്കെയാണ്, 15 ഡേയ്സും ഒക്കെയാണ് മാക്സിമം ഗ്രേസ് പീരീഡ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചോണം, ഗ്രേസ് പീരീഡ് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ ഈ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പോളിസി എടുത്തിരിക്കുന്ന പല ആൾക്കാരും മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഇത് കണ്ട് ഈ വീഡിയോ കണ്ടിട്ട് 100 ദിവസം ഗ്രേസ് പീരീഡ് ഉണ്ട് എന്നുള്ള ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ ഗ്രേസ് പീരീഡ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം. ഓരോ സമയത്തും കമ്പനിയിൽ വരുത്തുന്ന ചില ചേഞ്ചുകളൊക്കെ ഉണ്ടാവാം. ചില സമയത്ത് ചിലപ്പോൾ ഈ ഗ്രേസ് പീരീഡ് അവർ 120 ദിവസം എന്നുള്ള എടുത്ത് മാറ്റി 30 ദിവസം ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വരരുത്. അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മൾ കമ്പനിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 5, 8, 10 വർഷമായി അടച്ചിരിക്കുന്ന ഒരു പോളിസി 120 ദിവസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ എന്നുള്ള ഉറപ്പിന്മേൽ പെട്ടെന്ന് നമ്മൾ ബ്രേക്കായി പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസിറ്റീസ് അത് 120 ദിവസം ഉണ്ട്. പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും അത് ചേഞ്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാം അത് ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മൾ എന്ത് കാര്യവും ഏതൊരു ഇൻഫർമേഷനും ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ പെടാതിരിക്കണം. എന്തായാലും നിങ്ങൾ
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ട പ്രോത്സാഹനം നൽകുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇനിയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.